വലിയ രീതിയിൽ പുറത്തൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരടക്കം തടിച്ചു കൂടുന്നൊരു സാഹചര്യം പുറത്തുണ്ട്. ഇത് തികച്ചും അനാവശ്യമായിട്ടാണ്, വളരെ ആസൂത്രിതവുമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്ത് SFIക്കാരും DYFIക്കാരും ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇവിടെ ഹാളിനകത്ത് പോലീസും അതുപോലെ സർവകലാശാലയിലെ ഒരു വിഭാഗം അധികൃതരും അവരും ഇത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് അനാവശ്യമാണ്, പക്ഷേ ഒപ്പം ആസൂത്രിതമാണ്. ഒന്ന്, അവർ പറയുന്നത് ഇവിടെ നടക്കുന്ന പരിപാടി ഓരോരു ഈ ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും മൗലികാവകാശത്തെയും എല്ലാം കുഴിച്ചു മൂടിയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾക്കൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാം. ഈ ഫാസിസത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ഈ പരിപാടിയോട് വെറുപ്പ് തോന്നേണ്ടതായിട്ടുള്ളൂ. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാട് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഈ ഫാസിസ്റ്റ് നിലപാടാണോ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നറിയില്ല. അവർ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസിനെ വെള്ളപൂശാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടി. അല്ലെങ്കിൽ ഭാരതമാതാവിൻ്റെ ചിത്രം ഈ സ്റ്റേജിൽ വെച്ചതുകൊണ്ടാണ് ഇവിടെ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് SFIയും DYFIയും CPMും പോലീസും സർക്കാരും എല്ലാം പറയുന്നത്. ഈ ഭാരത് മാതാ സങ്കല്പം എന്നുള്ളത് അതൊരു RSSൻ്റെ സങ്കല്പമല്ല. അത് ഭാരതത്തിൽ ചിരപുരാതനമായിട്ട് ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം ഭാരത് മാതാ സങ്കല്പമാണ്. ആ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യസമര സേനാനികൾ സമരത്തിൻ്റെ തീച്ചുള്ളിലേക്ക് എടുത്തിയാടിയത്. അതിനെന്താ രാഷ്ട്രീയമുള്ളത്? അതിലെന്താണ് വർഗീയതയുള്ളത്? എനിക്ക് കാവിക്കൊടിയോട് എന്താ ഇപ്പോൾ ഇത്രയും വെറുപ്പെന്താ? ഇതിനോട് അയിത്തം കൽപ്പിക്കേണ്ട കാര്യം എന്താ? പിന്നെ മാത്രമല്ല, സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ സ്റ്റേജിൽ എന്ത് വെക്കണം എന്ത് വെക്കണ്ട എന്നുള്ളത്. അത് നിഷ്കർഷിക്കാൻ സംസ്ഥാന സർക്കാർ എന്താ അവകാശം എന്താ? ഇവിടെയും നമ്മളിപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അതിൻ്റെ 50-ാം വാർഷികമാണ് ഇവിടെ ആചരിക്കുന്നത്. ഇവിടെ മറ്റൊരു ഫാസിസാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഭാരതാംബയോടുള്ള അവഹേളനം എന്ന് പറയുന്നത് ഒരു ദേശവിരുദ്ധതയാണ്. ഒരു സർക്കാർ സ്പോൺസേഡ് രാജ്യദ്രോഹ പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇത് വലിയ അപകടം ഉണ്ടാക്കും. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അടക്കം ഇത്തരത്തിൽ നടപടി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാലോ, ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് SFI DYFI ഗുണ്ടകൾ എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. എത്ര ഇടിമുറിയുണ്ട് ഇവിടെ, എത്ര ആളുകളെയാണ് തല്ലിച്ചതച്ചത്, എത്രമാത്രം ആളുകൾക്കെതിരെ, എത്ര SFI പ്രവർത്തകർക്കെതിരായിട്ട് പോലും SFIയുടെ ഗുണ്ടാ സംഘങ്ങൾ അക്രമം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ആശാസ്യമല്ലാത്ത എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ക്യാമ്പസിനകത്ത് DYFIയും SFI നടത്തിയത്. അന്നൊന്നും അതിനെതിരെ ഒരു അക്ഷരം ഉരിയാടാത്ത ഈ സർവകലാശാല അധികൃതർ ഇപ്പോൾ ഭാരത് മാതാവിൻ്റെ ഫോട്ടോ വെച്ചതിനെതിരായിട്ട് ഈ രംഗത്ത് വന്നതിൻ്റെ അർത്ഥം എന്താ? സംസ്ഥാന സർക്കാർ ഇവിടെ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതിനൊന്നും അവർ കണ്ണടക്കുക. പക്ഷേ SFI നടത്തുന്ന ഈ ക്യാമ്പസിനകത്ത് SFI നടത്തുന്ന ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിനോടൊക്കെ സന്ധി ചെയ്യുന്ന പോലീസും സർക്കാരും സർവകലാശാല അധികൃതരും ഇപ്പോൾ ഭാരത് മാതാ ഫോട്ടോ അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള അതിൻ്റെ 50-ാം വാർഷിക ആചരണത്തിൻ്റെ പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത് ജനാധിപത്യ കേരളം ഫാസിസത്തിനെതിരെ പറയുന്ന CPM ഭരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ CPM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ 50-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ഫാസിസ്റ്റ് പ്രവണത ഉണ്ടായതെന്ന് ഓർക്കുകയാണ്. അവർ നേരത്തെ അടിയന്തരാവസ്ഥയെ അവരും ഇത് അടിയന്തരാവസ്ഥയോടൊപ്പം തന്നെയായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസിനോടൊപ്പം ആ സമയത്ത് തന്നെ അധികാരം പങ്കിട്ട പാർട്ടിയാണ് CPI. അതുമാത്രമല്ല, അടിയന്തരാവസ്ഥ നിയമാനുസൃതമാണ്, അത് നീക്കം ചെയ്യുന്നതുവരെ അതിനെതിരെ സമരം ചെയ്യേണ്ട എന്ന് ഔദ്യോഗിക തീരുമാനമെടുത്ത പാർട്ടിയാണ് CPM. ഇപ്പോൾ CPM ഒരു ഫാസിസ്റ്റ് പാർട്ടിയായി മാറിയിരിക്കുന്നു. അവരുടെ ഫാസിസ്റ്റ് നിലപാട്, ഈ സംസ്ഥാന സർക്കാരിൻ്റെയും CPMൻ്റെയും LDNൻ്റെയും ഫാസിസ്റ്റ് നിലപാടാണ് നമ്മൾ ഈ പരിപാടി അലങ്കോലപ്പെടുത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.